സങ്കീർത്തനങ്ങൾ ഒരു ധ്യാന പഠനം. സങ്കീർത്തനം സങ്കീർത്തനം ആത്മാവിനാശ്വാസ കീർത്തനങ്ങൾ സങ്കീർത്തനം. സങ്കീർത്തനങ്ങളുടെ തുടർമാനമായ പഠനത്തിൽ ഇന്ന് നാം 147 സങ്കീർത്തനമാണ് ധ്യാനിക്കുന്നത്. മനോഹരമായ സങ്കീർത്തനം വായിച്ചുകൊണ്ട് അതിൻ്റെ പഠനം നമുക്ക് തുടങ്ങാം. യഹോവയെ സ്തുതിപ്പീൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. യഹോവ യെരൂശലേമിനെ പണിയുന്നു, അവൻ ഇസ്രായേലിൻ്റെ ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നു. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അവയ്ക്കൊക്കെയും പേർ വിളിക്കുന്നു. നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു, അവൻ്റെ വിവേകത്തിന് അന്തമില്ല. യഹോവ താഴ്മയുള്ളവനെ ഉയർത്തുന്നു, അവൻ ദുഷ്ടന്മാരെ നിലത്തോളം താഴ്ത്തുന്നു. സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവീൻ, കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യുവീൻ. അവൻ ആകാശത്തെ മേഘം കൊണ്ട് മൂടുന്നു, ഭൂമിക്കായി മഴ ഒരുക്കുന്നു. അവൻ പർവ്വതങ്ങളിൽ പുല്ലുമുളപ്പിക്കുന്നു. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു. അശ്വബലത്തിൽ അവൻ ഇഷ്ടം തോന്നുന്നില്ല, പുരുഷന്റെ ഊരുക്കളിൽ പ്രസാദിക്കുന്നതുമില്ല. തന്നെ ഭയപ്പെടുകയും തൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. യെരൂശലേമേ, യഹോവയെ പുകഴ്ത്തുക, സിയോനെ നിന്റെ ദൈവത്തെ സ്തുതിക്കുക. അവൻ നിന്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് നിന്റെ അകത്ത് നിന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവൻ ദേശത്ത് സമാധാനം വരുത്തുന്നു, വിശേഷമായ ഗോതമ്പ് കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുന്നു. അവൻ തൻ്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയക്കുന്നു, അവൻ്റെ വചനം അതിവേഗം ഓടുന്നു. അവൻ പഞ്ഞി പോലെ മഞ്ഞ് പെയ്യിക്കുന്നു, ചാരം പോലെ നീഹാരം വിതറുന്നു. അവൻ നീർക്കട്ട കഷ്ണം കഷ്ണമായി എറിയുന്നു, അവൻ്റെ കുളിർ സഹിച്ചു നിൽക്കുന്നവൻ ആർ. അവൻ തൻ്റെ വചനമായ ചവയെ ഉരുക്കുന്നു, കാറ്റടിപ്പിച്ച് വെള്ളത്തെ ഒഴുക്കുന്നു. അവൻ യാക്കോബിന് തൻ്റെ വചനവും ഇസ്രായേലിന് തൻ്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു. അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല, അവൻ്റെ വിധികളെ അവർ അറിഞ്ഞിട്ടുമില്ല. യഹോവേ സ്തുതിപ്പീൻ. പ്രധാനപ്പെട്ട 3 തലക്കെട്ടുകളിൽ ഇതിലെ ആത്മീയ ചിന്തകളെ നമുക്ക് സംക്ഷേപിച്ച് പഠിക്കാം. 1, സ്തുതിക്കപ്പെടുന്നവൻ്റെ യോഗ്യത എന്നുള്ളതാണ്. എന്തുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കുന്നു എന്നുള്ളതിൻ്റെ കാരണങ്ങൾ ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയും. യഹോവയെ സ്തുതിപ്പീൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണമാണ് 2ാമത്തെ വരിയിൽ നാം കാണുന്നത്. മൂലഭാഷയിൽ എന്തുകൊണ്ടെന്നാൽ കാരണം, അതുകൊണ്ട് എന്നർത്ഥം വരുന്ന ഒരു പദത്തോടു കൂടെയാണ് 2ാം വരി ആരംഭിക്കുന്നത്. ഉദാഹരണത്തിന്, യഹോവയെ സ്തുതിപ്പീൻ, കാരണം നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്. 1ാം വാക്യം. യെരൂശലേമേ, യഹോവയെ സ്തുതിക്കുക, എന്തുകൊണ്ടെന്നാൽ അവൻ നിന്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ചിരിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുക, അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ വിസ്മയകരമായ പ്രവർത്തികളാണ്. ദൈവത്തെ സ്തുതിക്കുന്നതിൻ്റെ പല കാരണങ്ങൾ ഈ സങ്കീർത്തനത്തിൽ വിവരിക്കുന്നു. ഒരു കാരണം അതിൻ്റെ 9ാമത്തെ വാക്യത്തിലാണ്. അവൻ സകല ജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്നവനാണ്. മനുഷ്യനെക്കുറിച്ച് 14ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, വിശേഷമായ ഗോതമ്പ് കൊണ്ട് അവൻ നിനക്ക് തൃപ്തി വരുത്തുന്നു. മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ കരുതൽ ശ്രേഷ്ഠകരമാണ്. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല എന്ന് ദാവീദ് പറയുകയാണ്. മനുഷ്യന് അവൻ്റെ ജീവനും ഭക്തിക്കും ആവശ്യമായ എല്ലാം ദൈവം പ്രദാനം ചെയ്യുന്നു. മനുഷ്യന് മാത്രമാണോ? ഏറ്റവും ശക്തിയേറിയ മൃഗമെന്ന് വിശേഷിപ്പിക്കുന്ന സിംഹത്തിനും അവൻ ആഹാരം കൊടുക്കുന്നു. ബാലസിംഹങ്ങൾ ഇരയ്ക്കായി അലറുന്നു, അവ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു. 104 സങ്കീർത്തനം 21ാമത്തെ വാക്യം. നഹൂമിൻ്റെ പ്രവചനം 2:12 നമ്മൾ വായിക്കുന്നു, സിംഹവും സിംഹിയും തൻ്റെ കുഞ്ഞുങ്ങൾക്കായി മാംസങ്ങൾ കൊണ്ട് തൻ്റെ ഗുഹകൾ മുഴുവൻ നിറയ്ക്കുന്നു എന്ന്. പക്ഷേ ചില വേളകളിൽ ഈ സിംഹത്തിന് ആഹാരം കിട്ടാതെ വരും. അപ്പോൾ ആ സിംഹം തങ്ങളുടെ ആഹാരത്തിനായി ദൈവത്തോട് യാചിക്കും. എങ്കിലും തിരുവെഴുത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, എങ്കിലും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയും ദൈവം മുടക്കുകയില്ല. വലിയ മൃഗമായ സിംഹത്തിന് മാത്രമല്ല, ചെറിയ ജീവിയായ കാക്കയെക്കുറിച്ച് പോലും ദൈവത്തിന് കരുതലുണ്ട്. 9ാമത്തെ വാക്യം. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു. ഓരോ ജീവജാലങ്ങൾക്കും ആവശ്യമുള്ളതെന്തെന്ന് ഉടയവനറിയാം.
ദൈവം അതതിൻ്റെ ആഹാരം തക്ക സമയത്ത് തീനെത്തിച്ചു കൊടുത്ത് അവയെ തൃപ്തരാക്കുകയാണ്. യോബിന്റെ പുസ്തകം 38:40-41 വാക്യങ്ങൾ. കാക്കക്കുഞ്ഞുങ്ങൾ ഇരകിട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീനെത്തിച്ചു കൊടുക്കുന്നത് ആര്? 145 സങ്കീർത്തനം 15 വാക്യം. എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു, നീ തക്ക സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. സകല ജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്ന ദൈവമായതുകൊണ്ട് ആ ദൈവത്തെ സ്തുതിപ്പേ. ദൈവത്തിന്റെ മറ്റൊരു പ്രവൃത്തി അവിടെ വിവരിക്കുന്നത് നക്ഷത്രങ്ങളുടെ പോലും അവൻ എണ്ണമെടുക്കുന്നു എന്നുള്ളതാണ്. വാക്യം 14. അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അവയ്ക്ക് ഒക്കെയും പേർ വിളിക്കുന്നു. ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ട് എന്ന് കണക്കെടുക്കാൻ പലരും പരിശ്രമിച്ചിട്ടുണ്ട്. 777 നക്ഷത്രമെന്ന് ബ്രാക്കോയ് എന്ന ഗണിതശാസ്ത്രജ്ഞൻ പറഞ്ഞു. 1005 കെപ്ലർ പറഞ്ഞു. 1056 ടോളമി പറഞ്ഞു. ഇവരെല്ലാം ജ്യോതിശാസ്ത്രജ്ഞന്മാരായിരുന്നു. പക്ഷേ നമുക്കറിയാം, ഇന്നത്തെ വാർത്താമാധ്യമങ്ങളിൽ വരുന്ന വിവരണം അനുസരിച്ച് പറഞ്ഞാൽ പുതിയ പുതിയ നക്ഷത്ര വ്യൂഹങ്ങൾ കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവമൊരിക്കൽ അബ്രഹാമിനോട് കൂടാരത്തിന് വെളിയിലേക്ക് വരാൻ പറഞ്ഞു, എന്നിട്ട് ആകാശത്തേക്ക് നോക്കാൻ പറഞ്ഞു. ഉൽപ്പത്തി 15:5. ദൈവം അബ്രഹാമിനെ പുറത്തു കൊണ്ടു ചെന്നു, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. അവൻ എണ്ണുവാൻ കഴിഞ്ഞില്ല. ദൈവം പറഞ്ഞു, ഈ എണ്ണമറ്റ നക്ഷത്രങ്ങളെ പോലെയും മണൽത്തരികളെ പോലെയും ഞാൻ നിനക്ക് സന്തതികളെ തരുമെന്ന്. കർത്താവിന് മഹത്വം. മനുഷ്യന് നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കാൻ കഴിയുന്നില്ല. പക്ഷേ നാം വായിച്ച വാക്യത്തിൽ അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു. മാത്രമാണോ, അവയ്ക്കൊക്കെയും അവൻ പേർ വിളിക്കുന്നു. യോബിന്റെ പുസ്തകം 38:31-32 വാക്യം. കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ? മകയിരത്തിൻ്റെ ബന്ധനങ്ങൾ നിനക്ക് അഴിക്കാമോ? നിനക്ക് രാശിചക്രത്തെ അതിൻ്റെ കാലത്ത് പുറപ്പെടുവിക്കാമോ? സപ്തർഷികളെയും മക്കളെയും നിനക്ക് നടത്താമോ? നക്ഷത്രങ്ങളുടെ പേര് ദൈവം പറയുകയാണ്. യെശയ്യാപ്രവചനം 40:26. നിങ്ങൾ കണ്ണു മേലോട്ട് ഉയർത്തി നോക്കുവീൻ, ഇവയെ സൃഷ്ടിച്ചതാർ? അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. അവൻ്റെ വീര്യമാഹാത്മ്യ നിമിത്തവും അവൻ്റെ ശക്തിയുടെ ആധിക്യ നിമിത്തവും അവയിലൊന്നും കുറഞ്ഞു കാണുകയുമില്ല. ദൈവത്തെ സ്തുതിക്കേണ്ടതിൻ്റെ മറ്റൊരു കാരണം പറയുകയാണ്. ഏത് ശക്തിയെയും വെല്ലുന്ന, അതിജീവിക്കുന്ന മഹാശക്തിയുള്ളവനാണ് നമ്മുടെ ദൈവം. വാക്യം 5. കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു. ദൈവത്തിൻ്റെ സർവശക്തിത്വത്തിൻ്റെ ലക്ഷണങ്ങൾ കൂടി ഇതിൽ പറയുന്നു. അവൻ നിസ്തുലനായ മഹാജ്ഞാനിയാണ്. വാക്യം 5. അവൻ്റെ വിവേകത്തിന് അന്തമില്ല. യെശയ്യാപ്രവചനം 40:28. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നില്ല, അവൻ്റെ വിവേകത്തിന് അന്തവുമില്ല. മഹാജ്ഞാനിയായ ദൈവം. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി വിശേഷിപ്പിക്കുന്ന ഒന്നാണ് കുതിരശക്തി. പക്ഷേ കുതിരപ്പടയെ അതിജീവിക്കാൻ ദൈവത്തിൻ്റെ ശക്തിക്ക് സാധിക്കുന്നു. ആഹാബ് ഒരിക്കൽ കുതിരവണ്ടിയിൽ കയറി പോയി. ഏലിയാവിനെ കുതിരവണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോയില്ലേ? അതിവേഗം ഓടുന്ന കുതിരയെ അതിജീവിക്കാൻ ദൈവത്തിൻ്റെ കൈ ഏലിയാവിൻ്റെ മേൽ വന്നു. അവൻ അരമുറുക്കിക്കൊണ്ട് ഇസ്രായേലിൽ എത്തുന്നത് വരെ ആ മലയും കുന്നും ഒക്കെ താണ്ടി കുതിരവണ്ടിക്ക് മുമ്പിലോടി. 10 വാക്യം. അശ്വബലത്തിൽ അവന് ഇഷ്ടം തോന്നുന്നില്ല, പുരുഷന്റെ ഊരുക്കളിൽ പ്രസാദിക്കുന്നതുമില്ല. പുരുഷന്റെ ഊരുക്കൾ എന്ന് പറയുന്നത് അവൻ്റെ കാലുകൾ എന്നാണ്. അശ്വബലം എന്ന് പറയുന്നത് കുതിരപ്പട, പുരുഷന്റെ ഊരുക്കൾ എന്ന് പറയുന്നത് കാലാൽപ്പട. സൈന്യ ബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല, ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു. സങ്കീർത്തനം 33:16-17 വാക്യം. ഹോശേയ 1:7 ഇതേ ചിന്ത നാം വായിക്കുന്നുണ്ട്. വേഗത, സൗന്ദര്യം, ശക്തി മുതലായ കാരണങ്ങളാലാണ് കുതിര ശ്രദ്ധിക്കപ്പെടുന്നത്. പക്ഷെ ദൈവം പറയുകയാണ്, സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ അത്ര ജയമുള്ളത്. ആമോസ് 2:15. വില്ലാളി ഉറച്ചു നിൽക്കുകയില്ല, ശീഘ്രഗാമി തന്നെത്താൻ വിടുവിക്കുകയില്ല, കുതിര കയറി ഓടുന്നവൻ തൻ്റെ ജീവനെ രക്ഷിക്കുകയുമില്ല.
സദൃശവാക്യം 21:31 കുതിരയെ യുദ്ധ ദിവസത്തേക്ക് ചമയിക്കുന്നു, ജയമോ യഹോവയുടെ കൈവശത്തിലിരിക്കുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചിന്ത മുറിവുകൾ പൊറുക്കപ്പെടുന്നു എന്നുള്ളതാണ്. വാക്യം 2 യഹോവ യെരൂശലേമിനെ പണിയുന്നു, അവൻ ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നു. പതറിപ്പോയ മനുഷ്യരെയും ചിതറിപ്പോയ മനുഷ്യരെയും ദൈവം ആശ്വസിപ്പിക്കുന്നു. ഇവിടെ ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നു എന്ന പദം ഔട്ട്കാസ്റ്റ് എന്ന പദമാണ്. പുറത്താക്കപ്പെട്ടവരെ ദൈവം ഒരുമിച്ച് ചേർക്കുന്ന ചരിത്രപരമായ 2 സംഭവങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഒന്ന് ദാവീദിന്റെ തന്നെ അനുഭവമാണ്. ദാവീദ് ഇസ്രായേലിന് രാജാവായി വാഴുന്ന കാലഘട്ടത്തിൽ സ്വന്തം മകനായ അബ്ശാലോം ദാവീദിനെതിരായി മാറി. ബുദ്ധിവൈഭവമുള്ള മന്ത്രിയായിരുന്ന അഹീഥോഫേൽ അബ്ശാലോമിന്റെ പക്ഷം ചേർന്നു. ആ കൂട്ടുകെട്ടറിഞ്ഞ ദാവീദ് ജീവരക്ഷയ്ക്ക് വേണ്ടി കൊട്ടാരം വിട്ട് കാട്ടിലേക്ക് ഓടുകയാണ്. ഓടുന്ന ദാവീദിനെ ശിമെയി എന്ന് പറയുന്ന ഒരുവൻ കല്ലും മണ്ണും വാരിയെറിഞ്ഞ് പരിഹസിച്ചുകൊണ്ട് പിന്നാലെ ചെല്ലുന്നു. ദാവീദ് തലമുടിയും ചെരുപ്പിടാതെയും നടന്നും കരഞ്ഞും കൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി. ദാവീദ് പറയുന്ന ഒരു സാക്ഷ്യം ശ്രദ്ധിക്കണം. യഹോവയ്ക്ക് എന്നോട് കൃപ തോന്നിയാൽ അവൻ എന്നെ മടക്കി വരുത്തും. 2 ശമൂവേൽ 15:30-25 വാക്യം. ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്ന ദൈവം ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ പറഞ്ഞതുപോലെ യഹോവയ്ക്ക് കൃപ തോന്നി അവനെ മടക്കി വരുത്താൻ അവസരങ്ങൾ ഒരുക്കുകയാണ്. തനിക്കെതിരെ മത്സരത്തിന് ഒരുമ്പെട്ട അബ്ശാലോം മുടി കുരുങ്ങി കരുവേലകത്തിൽ തൂങ്ങി മരിച്ചു. അബ്ശാലോമിന് ആലോചന പറഞ്ഞു കൊടുത്ത അഹീഥോഫേൽ കയറിൽ തൂങ്ങി ചത്തു. അബ്ശാലോമും അഹീഥോഫേലും മരിച്ചു കഴിഞ്ഞപ്പോൾ ഇസ്രായേലിലെ മൂപ്പന്മാർ മുൻകൈയെടുത്ത് ദാവീദിനെ മടക്കി വരുത്തുകയാണ്. ദാവീദിനെ യോർദാൻ കടത്തി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇസ്രായേലിലെ മൂപ്പന്മാർ അവിടേക്ക് ചെല്ലുകയാണ്. ദാവീദ് മടങ്ങി വന്നു, അവൻ യെരൂശലേമിനെ പണിതു. വാക്യം 2:13 യഹോവ യെരൂശലേമിനെ പണിയുന്നു, അവൻ നിന്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ചു. ഈ വാക്യം ദാവീദ് സിയോൻ കോട്ട പണിതതുമായി ചേർത്ത് ചിന്തിക്കുന്നവരുണ്ട്. 2 ശമൂവേൽ 5:7-9 വാക്യം ദാവീദ് അതിനെ മില്ലോ തുടങ്ങി ചുറ്റിലും ഉള്ളിലോട്ടും പണിതുറപ്പിച്ചു. ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നതിന് 2 ചരിത്രം ഞാനോട് ഉദാഹരിക്കാം. ഒന്ന് പഴയ നിയമകാലത്ത് സംഭവിച്ച ഒരു കാര്യമാണ്. 2 ഈ ആധുനിക കാലത്ത് സംഭവിച്ച ഒരു കാര്യമാണ്. നെബൂഖദ്നേസർ രാജാവ് ബാബിലോണിനെ ആക്രമിക്കുകയും അതിന്റെ മതിലുകൾ പൊളിക്കുകയും വാതിലുകൾ തീവച്ച് ചുടുകയും ചെയ്തു. കുറേയേറെ ജനത്തെ ബന്ദികളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. നെഹമ്യാവിന് രാജകൊട്ടാരത്തിൽ സേവകനായിരിക്കാനുള്ള അവസരം കിട്ടി. നെഹമ്യാവ് അവിടെ ആയിരിക്കുമ്പോൾ താൻ അറിഞ്ഞ ഹൃദയഭേദകമായ ഒരു വാർത്തയുണ്ട്. പ്രവാസത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ മതിലിടിഞ്ഞും അതിന്റെ വാതിലുകൾ തീവച്ച് ചുട്ടും കിടക്കുന്നു. അവരെന്താണ് ചെയ്തത്? നെഹമ്യാവ് മുൻകൈ എടുക്കുന്നു. രാജാവ് അദ്ദേഹത്തിന് അനുമതി നൽകുന്നു. അവർ യെരൂശലേമിലേക്ക് മടങ്ങി വരുന്നു. അവരിങ്ങനെയാണ് പറഞ്ഞത്: നാം ഇനിയും നിന്നാപാത്രമായിരിക്കാതോണം യെരൂശലേമിന്റെ മതിലുകൾ പണിയുക. സൻബല്ലത്ത്, തോബിയാവ് തുടങ്ങിയവർ എതിരായി നിന്നു എങ്കിലും ദൈവത്തിന്റെ കരം അവർക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് 52 ദിവസം കൊണ്ട് അവർ ആ മതിലിന്റെ പണി പൂർത്തീകരിച്ചു. മതിൽ പണി പൂർത്തീകരിച്ച ശേഷം അവർ ദൈവത്തെ സന്തോഷത്തോടെ സ്തുതിക്കുന്നതും ഈ സങ്കീർത്തനത്തിലെ ചിന്തകളുമായി ഒത്തുവരുന്നുണ്ട്. നെഹമ്യാവ് 12:27 വാക്യം യെരൂശലേമിന്റെ മതിൽ പ്രതിഷ്ഠിച്ച സമയം അവർ സ്തോത്രങ്ങളോടും സംഗീതത്തോടും കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും കൊണ്ട് സന്തോഷപൂർവ്വം പ്രതിഷ്ഠയാചരിപ്പാൻ ലേവ്യരെ അവരുടെ സർവ്വ സ്ഥലങ്ങളിൽ നിന്നും യെരൂശലേമിലേക്ക് അന്വേഷിച്ചു വരുത്തി. ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ ദൈവം കൂട്ടിച്ചേർക്കുന്നു. അതിന് ഇസ്രായേൽ ജനതയുമായി ബന്ധപ്പെട്ട ഒരു ആധുനിക ചരിത്രം കൂടിയുണ്ട്. AD 70 യഹൂദൻ അവരുടെ സ്വന്തം നാടും വീടുമെല്ലാം വിട്ട് ലോകത്തിലെ നാനാഭാഗങ്ങളിലേക്ക് ചിഹ്നിച്ചിതറിപ്പോയി. യൂറോപ്പിലും മറ്റും അവർ അനുഭവിച്ച കിരാതമായ യാതനകളായിരുന്നു. നമ്മുടെ കൊച്ചു കേരളത്തിലും അന്നവരെത്തി. കൊച്ചിയിലെ മട്ടാഞ്ചേരിയിൽ യഹൂദന്റെ ഒരു സിനഗോഗുണ്ട്. ആ സിനഗോഗിന്റെ പ്രവേശന കവാടത്തോട് ചേർത്ത് ഒരു ചെറിയ ചരിപ്പുണ്ട്. ആ ചരിപ്പിന്റെ ഭിത്തിയിൽ ഒരു ലഹള നടക്കുന്ന പടം വരച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് മലയാളത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് ഞാൻ പോയി കണ്ട് വായിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: AD 70 തീത്തോസിന്റെ ആക്രമണത്തിൽ യഹൂദന്മാർ ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോകുന്നു.
അന്നങ്ങനെ അവർ ചിതറിപ്പോയി. പക്ഷേ ഇസ്രായേലിൻ്റെ ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്ന ദൈവം ആ ജനതയ്ക്ക് പിന്നീട് തിരിച്ചു വരാനുള്ള അവസരമൊരുക്കി. 1917 അവർക്ക് ബാൽഫർ വിളംബരം മുഖാന്തരം യെരുശലേമിലേക്ക് മടങ്ങി വരാനുള്ള അവസരമുണ്ടായി. 48 അവരുടെ രാജ്യം പുനഃസ്ഥാപിക്കപ്പെട്ടു. അത്തിയാകുന്ന യഹൂദൻ ഇന്ന് തളിർത്തു നിൽക്കുന്ന ഒരു വൃക്ഷത്തിന് സമാനമാണ്. ആവർത്തനം 30:3 ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നു, നിങ്ങൾ ചിതറിപ്പോയാലും ഞാൻ നിങ്ങളെ മടക്കി വരുത്തുമെന്ന്. യഹോവ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിങ്ങളിലേക്ക് തിരികെയും നിന്റെ ദൈവമായ യഹോവ നിന്നെ ചിതറിച്ചിരുന്ന സകല ജാതികളിൽ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. കർത്താവിൻ മഹത്വം. ഇസ്രായേലിൻ്റെ ഭ്രഷ്ടന്മാരെ അവൻ കൂട്ടിച്ചേർക്കുന്നു. ഭ്രഷ്ടന്മാർ എന്ന വാക്കിന് ഔട്ട്കാസ്റ്റ് അഥവാ പുറത്താക്കപ്പെട്ടവർ എന്നാണ് അർത്ഥമെന്ന് മുൻപ് ഞാൻ പറഞ്ഞല്ലോ. സമൂഹം പുറത്താക്കിയ പലരെയും ദൈവം ആശ്വസിപ്പിച്ചിട്ടുണ്ട്. ചില ചരിത്രങ്ങൾ ഞാൻ സൂചിപ്പിക്കട്ടെ. ഇസ്മായേലിനെ അവൻ്റെ അപ്പനും അമ്മയും ഉപേക്ഷിച്ചതാണ്. അപ്പനായ അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് അല്പം അപ്പവും തുരുത്തിയിൽ സ്വല്പം വെള്ളവും എടുത്ത് ഇസ്മായേലിനെയും അവൻ്റെ അമ്മയായ ഹാഗാറിനെയും വീട്ടിൽ നിന്ന് പറഞ്ഞിറക്കി വിട്ടു. ഹാഗാർ ആ കുഞ്ഞുമായി മരുഭൂമിയിലെത്തി. അപ്പവും വെള്ളവും തീർന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ മരണം കാണാൻ മനക്കരുത്തില്ലാതെ അവനെ ഒരു കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയിട്ടു. എങ്കിലും ഇസ്മായിൽ പ്രാർത്ഥിക്കാൻ പഠിച്ചവനായിരുന്നു. 27-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. അവൻ ദൈവത്തോട് നിലവിളിച്ചു. ബാലൻ്റെ നിലവിളി ദൈവത്തിൻ്റെ സന്നിധിയിലെത്തി. ദൈവം അവന് വേണ്ടി ഒരു ഉറവ തുറന്നു. ദൈവം തുറന്ന് ഉറവ കാണുവാൻ ഹാഗാറിൻ്റെ കണ്ണ് ദൈവം തുറന്നു. അതെ, നിഷ്കാസിതരായവരെ, പുറത്താക്കപ്പെട്ടവരെ ദൈവം ആശ്വസിപ്പിക്കുന്നു. സിക്ലാഗ് പിടിക്കാൻ വേണ്ടി വന്ന അമാലേക്യർ ആ നാട് പിടിച്ചടക്കി കൊള്ള വസ്തുക്കളുമായി തിരിച്ചു പോകുമ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു മിസ്രൈമ്യദാസന് പനി പിടിച്ചു വിറയ്ക്കുന്ന അവനെ കരുണയില്ലാതെ ആ അമാലേക്യർ ഒരു കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു. അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് വരെ അവർക്ക് അവനെ ആവശ്യമുണ്ടായിരുന്നു. അവൻ്റെ ആരോഗ്യം ക്ഷയിച്ചപ്പോൾ, അവൻ രോഗിയായി മാറിയപ്പോൾ അവർ കരുണയില്ലാതെ അവനെ കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു. അതുവഴി വന്ന ദാവീദ് അവനെ കുഴിയിൽ നിന്ന് കയറ്റുകയും അവൻ അത്തിയടയും മുന്തിരിക്കൊലയും കൊടുത്ത് അവൻ ഉയിര് പ്രാപിക്കുന്നു. അവൻ പിന്നെയും ജീവൻ പ്രാപിച്ച് ദാവീദിനോടൊപ്പം യാത്ര ചെയ്യുന്നു. പുറത്താക്കപ്പെട്ടവരെ ദൈവം സ്നേഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലെ പിറവിക്കുരുടൻ്റെ ചരിത്രം നമുക്ക് നന്നായിട്ടറിയാം. അവൻ ജന്മനാ കുരുടനായി പിറന്നവനാണ്, ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്നവനാണ്, മാതാപിതാക്കൾ പോലും കൈവിടിഞ്ഞിരുന്നവനാണ്. എങ്കിലും യേശു അവനോട് കരുണ കാണിച്ചു. അവൻ്റെ കണ്ണിൽ ചേറുപൂശി ശിലോഹാം കുളത്തിൽ പോയി കഴുകിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ കുരുടനായിട്ടാണ് അങ്ങോട്ട് പോയതെങ്കിലും ആ കുളത്തിൽ കണ്ണ് കഴുകിയിട്ട് മടങ്ങി വരുമ്പോൾ കാഴ്ചയുള്ളവനായി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വരികയാണ്. ഇതിവൻ തന്നെയാണോ എന്നതിനെക്കുറിച്ച് ആളുകൾക്കിടയിൽ ചിന്താക്കുഴപ്പമുണ്ടായി. അതൊന്ന് ഉറപ്പുവരുത്താൻ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി. ഇത് നിങ്ങളുടെ മകൻ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ അവനെ കൈയൊഴുകയാണ്. അവന് പ്രായമുണ്ട്, അവനോട് ചോദിപ്പീൻ എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ പോലും സ്വന്തം കുഞ്ഞിനെ തള്ളിപ്പറയുകയാണ്. എന്തുകൊണ്ട് തള്ളിപ്പറഞ്ഞു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹൂദന്മാരെ ഭയപ്പെടുക കൊണ്ടത്രേ അവർ അങ്ങനെ പറഞ്ഞത്. യേശുവാണ് ഇത് ചെയ്തത് എന്ന് ഏറ്റുപറഞ്ഞാൽ ആ പറയുന്നവനെ അവരെ പള്ളിയിൽ നിന്ന് ഭ്രഷ്ടരാക്കണമെന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആ സഹോദരൻ തന്റെ സാക്ഷ്യം പറഞ്ഞു. യേശുവിനെ കുറിച്ച് അവൻ സാക്ഷ്യം പറഞ്ഞു. അതൊന്നും കേൾക്കാനോ മനസ്സിലാക്കാനോ മനസ്സില്ലാത്ത ആ യഹൂദന്മാർ അവനെ പാളയത്തിന് പുറത്തേക്ക് തള്ളിക്കളഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 9:35 അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ അവനെ പുറത്താക്കി. എല്ലാവരും അവനെ കൈവിടിഞ്ഞു. എന്നാൽ അവനെ തേടി അവന് വേണ്ടി യേശു പാളയത്തിന് പുറത്ത് ചെന്ന് അവനെ സമാശ്വസിപ്പിക്കുകയും അവൻ ആത്മീക പ്രചോദനം നൽകുകയും ചെയ്യുകയാണ്. 49-ാം അധ്യായം 15-16 വാക്യം. കർത്താവിൻ്റെ വാഗ്ദത്തം ശ്രദ്ധിക്കുക. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളംകൈയിൽ വരച്ചിരിക്കുന്നു. മനസ്സ് തകർന്നവരെ ദൈവം രക്ഷിക്കുന്നവനാണ്. 3-ാം വാക്യം. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം. ചില തിരുവചന ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. 34-ാം സങ്കീർത്തനം 18-ാമത് വചനം.
51 സങ്കീർത്തനം 17 വാക്യം, ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. യെശയ്യാപ്രവചനം 61 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, ഹൃദയം തകർന്നവരെ മുറുകെട്ടുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും എന്നെ അഥവാ യേശുവിനെ അയച്ചിരിക്കുന്നു. ഈ വാക്യമാണ് ലൂക്കോസ് 4:18-19 വാക്യങ്ങൾ എടുത്തുദ്ധരിച്ചിരിക്കുന്നത് എന്ന് ഓർക്കണം. അതെ, നമ്മുടെ മുറിവുകളെ, നമ്മുടെ മനസ്സിൻ്റെ മുറിവുകളെ കെട്ടി സമാശ്വസിപ്പിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അതിന് പുതിയ നിയമത്തിലെ ഒരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കാം. യേശു പറഞ്ഞ നല്ല ശമരിയക്കാരൻ്റെ ഉപമയാണത്. യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോയ ഒരു മനുഷ്യൻ കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടു. അവർ അവനെ വസ്ത്രമഴിച്ചു, മുറിവേൽപ്പിച്ചു, അർത്ഥപ്രാണനാക്കി വിട്ടേച്ചു പോയി. എല്ലാ നിലയിലും ശാരീരികമായും മാനസികമായും ഒക്കെ തകർന്നവനായി അവനാ വഴിവക്കിൽ കിടക്കുകയാണ്. അതുവഴി ഒരു പുരോഹിതൻ വന്നു, യദൃശ്ചിയാ വന്നു. അതുവഴി ഒരു ലേവ്യൻ വന്നു, യദൃശ്ചിയാ വന്നു. അവർ രണ്ടുപേരും അവനെ കണ്ടിട്ടും കരുണ കാണിക്കാതെ മാറിക്കടന്നുപോയി. അവർ ആലയത്തിലെ ശുശ്രൂഷയ്ക്ക് പോകുന്നവരാണ്. ആലയത്തിലെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഇവനെ തൊട്ടാൽ, ഇവൻ അഥവാ മരിച്ചുപോയാൽ ശവത്തെ തൊട്ടാൽ 7 ദിവസം അശുദ്ധമായിരിക്കണം, പാളയത്തിന് പുറത്ത് പാർക്കണം. അങ്ങനെ വന്നാൽ ആലയത്തിലെ ശുശ്രൂഷകൾ ചെയ്യാൻ സാധിക്കാതെ വരും. അതുകൊണ്ടാവാം അവർ മാറിക്കടന്നുപോയി. പക്ഷേ അതുവഴി മൂന്നാമതൊരാൾ വന്നു, ശമര്യൻ. ആ ശമര്യൻ വന്നതിനെക്കുറിച്ച് യദൃശ്ചിയ എന്ന പദമില്ല. പുരോഹിതനെയും ലേവ്യനെയും കുറിച്ച് പറയുമ്പോൾ യദൃശ്ചിയ എന്ന പദമുണ്ട്. എന്നാൽ ശമര്യൻ്റെ കാര്യം പറയുമ്പോൾ യദൃശ്ചിയ എന്ന പദമില്ല. ആ ശമര്യൻ എന്താണ് ചെയ്തത്? മനസ്സലിഞ്ഞു, അരികെ ചെന്നു, വാഹനമൃഗത്തിൽ താഴെ ഇറങ്ങി, എണ്ണയും വീഞ്ഞും പകർന്നവൻ്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനമൃഗത്തിൽ കയറ്റി ഒരു വഴിയമ്പലത്തിൽ കൊണ്ടുചെന്നാക്കി. വേദനകൾ അനുഭവിക്കുന്ന ആ കാളരാത്രി അവനോടുകൂടെ സമയം ചെലവഴിച്ചു. പിറ്റേന്നാൾ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് കൊടുത്തിട്ട് പോയ 2 വെള്ളിക്കാശ് തിരുവെഴുത്തും ദൈവശക്തിയുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ശമര്യൻ ആരാണ്? യോഹന്നാന്റെ സുവിശേഷം 8:48 യഹൂദന്മാർ യേശുവിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞു, നീ ഒരു ശമര്യൻ. അതെ, യഹൂദന്മാർക്കും ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ല. പക്ഷേ ജാതിയുടെ വേലിക്കല്ലുകളെ തകർത്തുകൊണ്ട് ഏത് ജാതീയനെയും സ്നേഹിക്കുന്ന, ഏത് തകർന്ന മനുഷ്യനെയും സ്നേഹിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. യിരെമ്യാപ്രവചനം 31:3 വാക്യം, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. ഈ സങ്കീർത്തനത്തിലെ 3ാമത്തെ പ്രധാനപ്പെട്ട ചിന്ത വചനത്തിൻ്റെ വിസ്ഫോടന ശക്തി എന്നുള്ളതാണ്. വാക്യം 19-20, അവൻ യാക്കോബിന് തൻ്റെ വചനവും ഇസ്രായേലിന് തൻ്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല, അവൻ്റെ വിധികളെ അവർ അറിഞ്ഞിട്ടുമില്ല. ഇതര മതങ്ങളിൽ ദൈവിക വെളിപ്പാടുകൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവികമായ സത്യവെളിപ്പാട് യഹൂദന് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. ദൈവം തൻ്റെ തിരുവചനം യഹൂദന്മാരെയാണ് ഫലമേൽപ്പിച്ചത് എന്ന് റോമാലേഖനം 3:1, 9, 4 വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യഹൂദന് എന്ത് വിശേഷത? ഒന്നാമത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ. ആവർത്തനം 33:4 യാക്കോബിൻ്റെ സഭയ്ക്ക് അവകാശമായി മോശെ നമുക്ക് ന്യായപ്രമാണം കൽപ്പിച്ചു തന്നു. മലാക്കി 4:4 എല്ലാ ഇസ്രായേലിനും വേണ്ടി എൻ്റെ ദാസനായ മോശയോട് കൽപ്പിച്ചിരിക്കുന്ന ന്യായപ്രമാണവും ചട്ടങ്ങളും വിധികളും ഓർത്തുകൊള്ളുവീൻ. വചനം നൽകപ്പെട്ടിരിക്കുന്നു. ആ വചനം പ്രവർത്തനക്ഷമതയുള്ള വചനമാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ആ വചനത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം ചിലതിനെ ഉരുക്കുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനെയൊക്കെയാണ് ഉരുക്കുന്നത്? മഞ്ഞ്, നീഹാരം എന്നിവയെ അവൻ്റെ വചനം ഉരുക്കുന്നു. മഞ്ഞ് എന്നുള്ളത് ഫ്രോസ്റ്റ് അഥവാ ഉറഞ്ഞ മഞ്ഞ്, കട്ടിമഞ്ഞ് എന്ന അർത്ഥമാണ്. മറ്റൊന്ന് നീർക്കട്ടയെക്കുറിച്ച് വായിക്കുന്നു. നീർക്കട്ട എന്നുള്ളത് ഹെയിൽ ആണ്, ആലിപ്പഴമാണ്. നീർക്കട്ട കഷ്ണം കഷ്ണമായി എറിയുന്നു. 3 അവൻ്റെ കുളിര് സഹിച്ചു നിൽക്കുന്നവനാർ. ഐസ് ബ്ലാസ്റ്റ് ഹിമശേഖരങ്ങളുടെ പൊട്ടിക്കലുകളാണ്.
ദൈവത്തിൻ്റെ വചനം ഏത് കട്ടിയുള്ളതിനെയും പൊടിച്ച് തരിപ്പടമാക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനം കാദേശ് മരുവിനെ നടുക്കുന്നതാണ്, വനങ്ങളെ തൊലിരിപ്പിക്കുന്നതാണ്, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നതാണ്, പ്രവർത്തനക്ഷമതയുള്ളതാണ്. ഇബ്രായ ലേഖനം 4:12 നമുക്ക് കാണാതറിയാം, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ഞങ്ങളെയും വേർവിടുവിക്കുന്നവരെ തുളച്ചു ചെല്ലുന്നതുമാകുന്നു. 15-ാമത്തെ വാക്യത്തിൽ അവൻ്റെ വചനം അതിവേഗം ഓടുന്നു എന്നാണ് വായിക്കുന്നത്. വചനം ഓടുന്നു. കഫർനഹൂമിലുള്ള ഒരു രാജഭൃത്യൻ്റെ മകന് സൗഖ്യമില്ലാതെയായി. യേശുക്രിസ്തു ഗലീലയിലെ കാനാവിൽ വന്നിരിക്കുന്ന വേളയിൽ ഈ മനുഷ്യൻ കഫർനഹൂമിൽ നിന്ന് കർത്താവിൻ്റെ അടുക്കൽ കാനാവിൽ വന്നു. കർത്താവേ, എൻ്റെ മകന് സൗഖ്യമില്ലാതെ ഇരിക്കുന്നു, നീ വന്ന് അവൻ മരിക്കുന്നതിന് മുമ്പ് അവനെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിച്ചു. യേശു പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നിൻ്റെ മകന് സൗഖ്യം വന്നിരിക്കുന്നു. ആ മനുഷ്യന് കാനാവിൽ നിന്ന് കഫർനഹൂമിൽ വരെ നടന്നു വരാൻ ഒരു ദിവസത്തെ വഴിദൂരം വേണ്ടി വന്നു. താൻ വീടിനോടടുത്തപ്പോൾ ചിലർ തന്നെ തേടി ഇങ്ങോട്ട് വരുന്നു. താൻ വിചാരിച്ചു, മകൻ മരിച്ചുപോയി, അപ്പനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ശവമടക്കാൻ വേണ്ടി തന്നെ വിളിക്കാൻ വരികയാണെന്ന്. അദ്ദേഹം അവരോട് ചോദിച്ചു, എന്തുപറ്റി? അവർ പറഞ്ഞു, നിന്റെ മകന് സൗഖ്യം വന്നിരിക്കുന്നു. അദ്ദേഹം അതിശയിച്ചു, എപ്പോഴാണ് പനി മാറിയത്? അവർ പറഞ്ഞ വാക്യം ശ്രദ്ധിക്കുക. ഭേദം വന്ന നാഴിക അവരോട് ചോദിച്ചതിന് അവർ അവനോട്, ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു. ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ചു. ഇന്നലെ 7 മണിക്ക് പോകാം, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. ഇന്നലെ 7 മണിക്കാണ് അവൻ തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കുന്നു. മറ്റൊരു സംഭവം കഫർനഹൂമിൽ സംഭവിച്ചതാണ്. യേശു കഫർനഹൂമിലെത്തിയപ്പോൾ അവിടെ ഒരു ശതാധിപൻ്റെ ബാല്യക്കാരൻ സുഖമില്ലാതെ കിടക്കുകയാണ്. ആ ശതാധിപൻ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, കർത്താവേ, ഞാൻ അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാണ്, എൻ്റെ കീഴിൽ 100 പേരുണ്ട്. ആ 100 പേരിൽ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. പക്ഷേ യേശുവേ, നീ എൻ്റെ വീട്ടിലേക്ക് വരാനുള്ള യോഗ്യത എനിക്കില്ല. നീ ഇവിടെ നിന്ന് ആരെയും വിടേണ്ടതില്ല. നിൻ്റെ അധികാരം സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതാണ്. നീ ഒരു വചനം ഉരുവിട്ടാൽ മതി. ആ വചനം കടന്നു എന്ന് എൻ്റെ വീട്ടിലേക്ക് ചെന്ന് മുറിക്കകത്ത് പനിച്ചു വിറച്ച് കിടക്കുന്ന എൻ്റെ ബാല്യക്കാരനെ ആ വചനം സൗഖ്യമാക്കും എന്നവൻ വിശ്വസിച്ചുകൊണ്ട് ഏറ്റു പറഞ്ഞു. യേശു എന്താണ് പറഞ്ഞത്? പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ നാഴികയിൽ തന്നെ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. 147-ാം സങ്കീർത്തനമാണ് ഇന്ന് നാം ചിന്തിച്ചത്. ഹല്ലേൽ സങ്കീർത്തനങ്ങളിൽപ്പെട്ട ഒന്നാണിത്. യഹോവയെ സ്തുതിപ്പീൻ എന്ന വാക്കോടുകൂടെ ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്ന സങ്കീർത്തനങ്ങളാണ് ഹല്ലേൽ സങ്കീർത്തനങ്ങൾ. 3 പ്രധാനപ്പെട്ട ചിന്തകളാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിച്ചത്. ഒന്ന്, സ്തുതിക്കപ്പെടുന്നവൻ്റെ യോഗ്യതകളായിരുന്നു. അവൻ സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവനാണ്. മനുഷ്യർക്കും മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു. മനുഷ്യനെ എണ്ണിത്തീർക്കാൻ കഴിയാത്ത നക്ഷത്രങ്ങളുടെ പോലും എണ്ണം നോക്കുകയും അവയെ പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ്. മാത്രമല്ല, കുതിരപ്പടയെയും കാലാൽപ്പടയെയും അതിജീവിക്കുന്ന മഹാശക്തിയുള്ളവനാണ് നമ്മുടെ ദൈവം. 2, മുറിവുകൾ പൊറുക്കപ്പെടുന്നു എന്നുള്ളതാണ്. അവൻ യെരൂശലേമിനെ പണിയുന്നു, ഇസ്രായേലിലെ ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നു. ദാവീദ് കൊട്ടാരം വിട്ട് ഓടിപ്പോയവനാണെങ്കിലും ദൈവത്തിന് കൃപ തോന്നി അവനെ മടക്കി വരുത്തി. ബാബിലോണിയ ആക്രമണത്തെ തുടർന്ന് യെരൂശലേം തകർക്കപ്പെട്ടു എങ്കിലും നെഹമ്യാവ്, സെരുബാബേൽ, യെസ്ര തുടങ്ങിയ നേതാക്കന്മാരുടെ പരിശ്രമത്താൽ ആ മതിലും ആലയവുമെല്ലാം പുനർനിർമ്മിക്കപ്പെടുകയാണ്. AD 70 ആക്രമണത്താൽ യഹൂദന്മാർ ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് ചിന്നിച്ചിതറിപ്പോയെങ്കിലും ബാൽഫർ വിളംബരം മുഖാന്തരം 1917 അവർക്ക് മടങ്ങി വരാനും 48 അവരുടെ രാജ്യം സ്ഥാപിക്കുവാനും ഇന്ന് തളിർത്ത് നിൽക്കുന്ന ഒരു അത്തിവൃക്ഷം പോലെ യഹൂദൻ്റെ അവസ്ഥയാകുവാനും കാരണം ദൈവത്തിൻ്റെ വാഗ്ദത്തവും ദൈവത്തിൻ്റെ കൃപയുള്ള പ്രവൃത്തിയും ആയിരുന്നു. സമൂഹം പുറത്താക്കി കളഞ്ഞ ഔട്ട്കാസ്റ്റേഴ്സ്, ഭ്രഷ്ടന്മാർ, സമൂഹം പുറത്താക്കി എത്രയോ പേരെ ദൈവം ആശ്വസിപ്പിച്ചിട്ടുണ്ട്. അപ്പനും അമ്മയും ഉപേക്ഷിച്ച ഇസ്മായിലിനെ ദൈവം അനുഗ്രഹിച്ചില്ലേ? സിക്ലാഗ് പിടിക്കാൻ പോയ അമാലേക്കിന്റെ ഭൃത്യനായിരുന്ന മിസ്രൈമ്യദാസനെ അവർ ഉപേക്ഷിച്ചെങ്കിലും ദാവീദ് അവനെ ചേർത്തണച്ച് അവന് ഉയിര് നൽകി. പിറവിക്കുരുടനായിരുന്നവനെ യേശുക്രിസ്തു സൗഖ്യം നൽകി. സ്വന്തം മാതാപിതാക്കൾ പോലും അവനെ തള്ളിപ്പറഞ്ഞു. അവനെ പുറത്താക്കി എന്ന് കേട്ടപ്പോൾ യേശു പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെന്നു എന്നാണ് തിരുവെഴുത്തിൽ നമ്മൾ പഠിച്ചത്. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നവനാണ്. നിരവധി വേദവാക്യങ്ങൾ ആ വിഷയത്തിൽ നാം കാണുകയുണ്ടായി. മുറിവുകളെ അവൻ കെട്ടുന്നു,
കള്ളന്മാരുടെ കയ്യിലകപ്പെട്ട ആ മനുഷ്യനോട് പുരോഹിതനും ലേവ്യനും മനസ്സലിവ് കാണിക്കാതിരിക്കുമ്പോൾ ആ നല്ല ശമരിയാക്കാരൻ അവൻ്റെ അരികെ ചെന്ന് അവൻ്റെ മുറിവുകളെ കെട്ടുന്നതായി നാം കാണുന്നു. ആ നല്ല ശമരിയാക്കാരൻ കർത്താവായ യേശുക്രിസ്തുവാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 3, വചനത്തിൻ്റെ വിസ്ഫോടന ശക്തിയാണ്. വചനം അയച്ച് അവയെ ഉരുക്കുന്നു, വചനം അയച്ച് അവരെ സൗഖ്യമാക്കുന്നു. മഞ്ഞ്, നീഹാരം, നീർക്കട്ട, കുളിര്, ഇങ്ങനെ കഠിനമായ ഹിമശേഖരങ്ങളെപ്പോലും ദൈവത്തിൻ്റെ വചനം പൊട്ടിച്ചെറിയുന്നതാണ്. വചനം അയച്ച് സൗഖ്യമാക്കുന്നതിന് പുതിയ നിയമത്തിലെ ഉദാഹരണം നാം കാണുകയുണ്ടായി. പോകാ, നിന്റെ മകന് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ ഇന്നലെ 7 മണിക്ക് തന്നെ സ്വന്തം മകന് സൗഖ്യമായതായി പിതാവ് തിരിച്ചറിയുന്നു. നീ ഒരു വാക്കേൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരുമെന്ന് ശതാധിപൻ ഏറ്റുപറഞ്ഞു. അവൻ പറഞ്ഞതുപോലെ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ വചനത്തിൻ്റെ ആ വലിയ വിസ്ഫോടന ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കണം. യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിന് നിങ്ങളുടെ മനസ്സിൻ്റെ മുറിവുകളെ കെട്ടുവാൻ ശക്തിയുണ്ട്. യേശുവിൻ്റെ തിരുവചനത്തിന് നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കാൻ ശക്തിയുണ്ട്. ആ നല്ല ശമരിയാക്കാരനായ ഏത് ജാതിയോടും മനുഷ്യനോടും മനസ്സലിവ് കാണിക്കുന്ന നല്ല ശമരിയാക്കാരനായ യേശുവിനോട് പ്രാർത്ഥിക്കുക. തീർച്ചയായും കർത്താവ് നിങ്ങളെ സഹായിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യും. സന്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും